ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇപ്പോൾ എന്ത് ഇരുട്ടത്ത് നിൽക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇൻട്രോ ഇരുട്ടത്താണ്. വേറെ അങ്ങനെയല്ല, നമ്മൾ രാത്രി ഇന്ന് പൊറോട്ട വയ്ക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച സ്കൂളില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പൊറോട്ട വയ്ക്കാൻ പോലെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് നേരെ പൊറോട്ട വയ്ക്കാൻ പോകാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇരുട്ടാട്ടോ ഫുള്ള്. നമ്മൾ സ്കൂളിൻ്റെ അവിടെ നിൽക്കുന്നത്, പക്ഷെ ഒന്ന് കാണില്ല, ഇരുട്ടായിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി പൊറോട്ട വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രാത്രി നൈറ്റ് പൊറോട്ട വയ്ക്കാൻ പോകണം, ജസ്റ്റ് വ്ളോഗ് എടുക്കുക ചോദിച്ചു. അപ്പോൾ നമുക്ക് ഇനി നേരെ പോരാടാ. ഇനി നമുക്ക് നേരെ പോവാം. കമ്മ നമ്മൾ കൂട്ടുകാരെ വീട്ടിൽ ഒരു പട്ടി ഇവിടെ ഉണ്ട്. നമുക്ക് വന്ന കാര്യം എന്തായാലും നോക്കാം. അവിടെ പട്ടിയുണ്ട്. ഓ പട്ടി പോ കണ്ണ കണ്ണ. പട്ടി ഓടി വരികയാണ് പിന്നാലെ. നമ്മൾ പോണ് കൂട്ടുകാരെ ഫ്രണ്ടിൽ പോണ്. അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ പട്ടി നമ്മളെ കണ്ടിട്ട് പഠിച്ചിട്ട് വന്നാട്ടോ. പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ രാത്രി ആയതുകൊണ്ടാണ് നമ്മൾ അധികം വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാത്തത്. പ്രത്യേകിച്ച് ഇവിടെ ഇരുട്ടാണ്, കണ്ടില്ലേ. നമുക്ക് എന്തായാലും ഇനി കടയിൽ എത്തിയിട്ട് കാണാം കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ നടന്നു പോകുന്നത്. അതാണ് നടന്നു പോകുന്നത് വ്ളോഗ് എടുക്കുക വെച്ച്. ഞാൻ ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. അതും ഏകദേശം ഒരു കാട് പോലത്തെ വഴി കൂടെ ഒക്കെ പോയിട്ടാണ്. നമ്മുടെ കുറച്ച് മെയിൻ റോഡ് പോലത്തെ ഭാഗത്താണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. അതുകൊണ്ട് വൈബായിട്ട് പോവുക. ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ പോകാറുണ്ട്. പിന്നെ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ കൂട്ടുകാരനെ അവിടെ കൊണ്ടിട്ട് നമുക്ക് നൈസിലൊരു പ്രാങ്ക് കൊടുക്കാം. ഫ്രണ്ടിലെന്താ ഗൈസ്, നമ്മൾ ചെറുതായിട്ട് പറ്റിച്ചാണ്. നമ്മൾ ബാക്കിൽ വ്ളോഗ് എടുത്ത് വരിക പറഞ്ഞിട്ട് നൈസിൽ പറ്റിച്ചു കേട്ടോ. ഫോണാണ് ഫ്രണ്ടിൽ നൈസിൽ മേടിച്ചല്ലേ ആശാനെ. ഗൈസ്, ഇപ്പോൾ ഞങ്ങളിവിടെ തോടിൻ്റെ അവിടെ എത്തിയിട്ട് അതാണ് ശബ്ദം കാര്യങ്ങളൊക്കെ. ഇവിടെ ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല. ഇവിടെയാണ് ഗൈസ് നമ്മുടെ തോട്. ഇതാ അവിടെ ആയിട്ടാണ് നമ്മുടെ തോട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടി പോകാണ്ട് നമ്മുടെ പൊറോട്ട കഴിക്കണ കടയ്ക്ക്, ഹോട്ടലിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ പോവാം ഗൈസ്. ഇവിടെ കുറേ അടിപൊളി മിഞ്ഞാമിനുണ്ട് കേട്ടോ. ഇതാ നമുക്ക് നൈസിൽ വീടെടുക്കാം. ചെറുതായിട്ട് തിളങ്ങണുണ്ടോ? അതും കാണാനില്ല. ഇത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് മിഞ്ഞാമിനിങ്. വീഡിയോയിൽ പക്ഷെ അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. ഉണ്ടോ? നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഇത് കണ്ടോ, അവിടെ ഇവിടെ മഞ്ഞ കളർ തിളങ്ങുന്നുണ്ടോ? കണ്ടോ ഗൈസ്, അടിപൊളി കേട്ടോ മിഞ്ഞാമിനിങ്. നോക്കിയേ, ഇവിടെയൊക്കെ നിറച്ചുണ്ട് ഗൈസ്. പക്ഷേ അവിടേക്ക് അധികം കിട്ടുന്നില്ല. ഇത് കണ്ടില്ലേ. പക്ഷെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് മിഞ്ഞാമിനിങ്ങനെ കിട്ടുന്നുണ്ട്. കണ്ടോ നൈസ്, കാണാൻ തന്നെ ഒരു വൈബ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിലേക്ക് വരാനാണ് ഉദ്ദേശിച്ചിട്ടോ. പക്ഷെ ഇവിടെ നോക്ക്, കട അടച്ചിട്ടിരിക്കുകയാണ്. മറ്റേ കടയ്ക്ക് പോവാം. അപ്പോൾ അപ്പുറത്ത് ഏതൊരു കട ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഈ ഹോട്ടലാണെങ്കിൽ അടച്ചിട്ട് കേട്ടോ. റോഡിൻ്റെ സൈഡിലാണ് കട, പക്ഷേ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പുറത്ത് ഒരു കട ഉണ്ട് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ജസ്റ്റ് ഇത് അവിടെ ഇവിടെ ആയിട്ടൊരു കട ഉണ്ട് പറയുന്നുണ്ട്. അവിടെ പോയി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇല്ല കേട്ടോ ഗൈസ്. ഈ ഒരു ചെറിയ തട്ടുകട പോലത്തെ. അവിടെ ആകെ 3 ചപ്പാത്തി മാത്രമേ ഉള്ളൂ. അവിടെ ഇല്ല. പിന്നെ നമ്മൾ ഇനി അവിടെ എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ നോക്കണം. സുൽത്താനേക്ക് എത്തുമ്പോൾ അവിടെ അടയ്ക്കും. സുൽത്താന പറഞ്ഞൊരു ഹോട്ടലില്ല, അവിടെ അടയ്ക്കണോ. എന്തായാലും പോയൊക്കെ കുറച്ച് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഒരു 500-600 മീറ്റർ ഉണ്ട് പിന്നെ നടക്കാൻ. നമുക്ക് പോയൊക്കെ എന്തായാലും. അപ്പോൾ 2 ഹോട്ടലിൽ വന്ന് 2 അടച്ചിക്കാണ് ഗൈസ്. അവിടെ മച്ചാനത് അവിടെ കൊണ്ട് ഇനി നമുക്ക് ഈ കാണാൻ അത്രയും ക്ലിയർ ആണ്ടാവില്ല. അത്രയും ദൂരം നടക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു വളവ്, അത് കഴിഞ്ഞിട്ട് ഒരു വളവ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഹോട്ടൽ. നമ്മളത് റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പൊറോട്ട കിട്ടുമില്ലേ നമുക്ക് നോക്കാം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മുടെ വ്ളോഗ് വരും കേട്ടോ. പൊറോട്ട കിട്ടിയാലും ഇല്ലെങ്കിലും. ഓക്കെ, പട്ടിയൊക്കെ അവിടെ വരയ്ക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവർ എന്തായാലും ലൈക്ക് ചെയ്ത് അടിച്ചു പൊളിക്കാൻ വെച്ചാൽ വരെ ഗൈസ്. ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടച്ചു കണ്ടോ. ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നാണ്, ഇതും അടച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ 3 ഹോട്ടലിൽ നമുക്ക് ഭാഗ്യമില്ല കേട്ടോ. എവിടെ എല്ലാവരുടെയും കട അടച്ചിരിക്കുകയാണ്. പിന്നെ ഉള്ള കടയിലാണെങ്കിൽ പൊറോട്ട ഇല്ല. എന്തായാലും നമുക്ക് ഇനിയൊരു ഹോട്ടലും കൂടി ഉണ്ട്. നമ്മൾ പരിശ്രമം വിടുന്നില്ല. അവിടെ ഉണ്ട് എന്നൊരു പ്രതീക്ഷ ഉണ്ട് ഗൈസ്. അത് കാണിക്കുന്നില്ല കേട്ടോ. പൂച്ച ചത്ത് കിടക്കുന്നത് ഇപ്പം എങ്ങാണ്ട് ചത്തിട്ടുള്ള തോന്നുന്നു. ഒരു കണ്ണൊക്കെ ആകെ പുറത്ത്, അത് കാണിക്കുന്നില്ല. നമ്മൾ വീഡിയോയിൽ കാണിക്കില്ല കേട്ടോ. കണ്ണൊക്കെ ആകെ പുറത്ത് വന്നിട്ട് കഴിഞ്ഞ് വണ്ടി കയറും. പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല. നമ്മുടെ നാടാണ് എടുത്ത് കളയുന്നു. അപ്പോൾ അത് വീഡിയോയിൽ ഞാൻ അങ്ങനെ കാണിച്ചില്ല കേട്ടോ. വീഡിയോയിൽ കാണിച്ച പോലെ സീനായിക്കഴിഞ്ഞാൽ അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. കണ്ണൊക്കെ ആകെ പുറത്തുനിന്ന് സീനായിക്കണേ. അപ്പോൾ അത് പോട്ടെ, നമുക്ക് എന്തായാലും നമുക്ക് വന്നായിരുന്നു നോക്കാം. നടന്ന് വയ്യാതെ കേട്ടോ. നമ്മൾ ഇപ്പോൾ അവിടെയാണ് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നടന്നിപ്പോൾ ഏകദേശം കുറച്ച് ദൂരമായി ഗൈസ്. നമ്മളെന്തായാലും പൊറോട്ട നിന്നിട്ടാണ് പോകണുള്ളൂ. അത്രേ ഉള്ളൂ അതൊക്കെ ഗൈസ്. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ഇത് ഇവിടുത്തെ കട തുറന്നിട്ട് കേട്ടോ. ഭാഗ്യം ആ പച്ചലൈറ്റ് കാണുന്നുണ്ടോ. അപ്പോൾ ഗൈസ് പൊറോട്ട ഉണ്ട് നോക്കട്ടെ പോയിട്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കട തുറന്നിട്ടുണ്ട്. ഭാഗ്യമുണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് നേരെ പൊറോട്ട ഉണ്ട് കഴിക്കാം. ഭാഗ്യമുണ്ട് ഗൈസ്. ഗൈസ് നമുക്ക് എന്തായാലും കൈ കഴിക്കാം. എന്തായാലും നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് കേട്ടോ. എന്തായാലും നൈസായിട്ട് ഗൈസ് കൈ കഴിക്കുന്നൊരു പൊറോട്ട കഴിക്കാം. ഇവിടെ മച്ചാതെ അവിടെ ഉണ്ട്. അവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറിക്കാം. ആ ഇതിൻ്റെ ഉള്ളിൽ സെറ്റാ.
ഓക്കെ ഇവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ഗൈസ് നമ്മളിവിടെ ഇരുന്നുണ്ട് അവിടെ വച്ചത് ഇവിടെ ഉണ്ട്. എന്തായാലും പൊറോട്ട കഴിച്ചിട്ടോ നല്ല വിശപ്പുണ്ട്. ഇത്ര ദൂരം നടന്നല്ലേ അപ്പോൾ നല്ല വിശപ്പുണ്ട്. അടിച്ച് കയറ്റി ഇവിടെ പൊറോട്ട. ഗൈസ് നമ്മുടെ അങ്ങനെ ചൂട് കറിയും ചൂട് പൊറോട്ടയും വന്നു കേട്ടോ. ഇതേ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അച്ഛൻ ഇവിടെ ഫുഡ് അടി തുടങ്ങി. നമ്മുടെ ഏതാ ചൂട് പൊറോട്ടയും കറിയൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും കഴിക്കട്ടെ ഗൈസ്. ഗൈസ് നടന്നുകൊണ്ടേ നല്ല വിശപ്പ്. അടിപൊളി ഗൈസ്. നമ്മൾ പൊറോട്ട കിട്ടുമ്പോൾ തന്നെ പൊറോട്ട കിട്ടിയിരിക്കും. ഓ ഗൈസ് അങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ 3 പൊറോട്ട പറഞ്ഞു കേട്ടോ. ആദ്യം 2 പറഞ്ഞു, എന്നിട്ട് വിശപ്പുകാരനും 3 പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ കൈ കേട്ടോ അധികം നേരം കൈ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കാൻ പാടില്ല. അൽഹംദുലില്ലാ ഹൈർ. ഇന്നത്തെ നല്ല ബർക്കത്തുള്ള ഫുഡായിരുന്നു. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ച് മിഠായി വാങ്ങിയിട്ടാ. കുറച്ച് മിഠായി വാങ്ങി. ഇത് എന്ത് മിഠായിടാ? തേങ്ങ മിഠായിയോ? ഞാൻ വണ്ടി വെച്ചിട്ട് പോയിരുന്നു. ഇപ്പോൾ ഇത് എന്തൊരു തേങ്ങ മിഠായി വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വായിലിട്ട് നടക്കാം. വയറ് പള്ളൊക്കെ നിറഞ്ഞു. നല്ല പള്ള നിറഞ്ഞാടാ അതിൻ്റെ നിറഞ്ഞു. വയറും പള്ളയൊക്കെ നിറഞ്ഞു. അപ്പോൾ ഇത് വിദൂരമായ വഴിയിലൂടെ നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഇന്ന് പൊറോട്ട അന്വേഷിച്ച് പോയിട്ട് നമുക്ക് പൊറോട്ട കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ടാസ്ക് ജയിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് പൊറോട്ട. നാളെ പൊറോട്ട കഴിക്കുമല്ലോ. നാളെയും പൊറോട്ടേ പോടാ. എന്നും പൊറോട്ട കഴിക്കുന്നത് നല്ലതൊന്നുമല്ല ഗൈസ്. വല്ലപ്പോഴൊക്കെ പൊറോട്ട കഴിക്കുക, അൽഫാം പൊറോട്ട അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ വ്ളോഗ് ഇടാം കേട്ടോ. നമ്മളിപ്പോഴാണ് വ്ളോഗ് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ വരും. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ ഗൈസ്. ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു ഇക്കാൻ്റെ ചായക്കട കേട്ടോ. പക്ഷേ ഈ ഇക്കാൻ്റെ ചായക്കട അടച്ചിക്കാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങോട്ട് ചായ കുടിക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഗൈസ് അപ്പോൾ അറിയണം നമ്മുടെ അവിടുത്തെ ഇക്കമാരാട്ടോ. അപ്പോൾ കണ്ടപ്പോൾ അവർ ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ പോകുമെന്നാണ് പറഞ്ഞ്. അപ്പോൾ നമ്മളെന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോവാണ്. ചായക്കട ഇല്ലാത്തതില്ലേ ആൾക്കൊക്കെ എന്താ തുറക്കണില്ല. അതാണ് ഗൈസ് എന്തോ സീന്. അപ്പോൾ എന്തായാലും നമ്മളിനി പോകണ്ട ഗൈസ്. ഇനി എന്തായാലും നേരെ വീട്ടിലെത്തട്ടെ. നാളെ ഇപ്പോൾ തണുപ്പ് വരാൻ തുടങ്ങി. 9 ഉള്ളൂ. ഇപ്പോൾ തണുപ്പുണ്ട്. മഴക്കാലല്ലേ. പിന്നെ നേരെ വീട്ടിൽ പോവാ, കടന്നുറങ്ങാം ഗൈസ്. അങ്ങനെ ഗൈസ് ഇത് നമ്മൾ കടക്കാൻ വന്നു കേട്ടോ. അല്ല മച്ചാനെ അത് അവിടെ വച്ചാണ്ട് കുറച്ച് മച്ച എന്തോ തുപ്പിയുടെ ലൈവ് അങ്ങനെ എന്തോ കാണും കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കിടക്കുന്നത് ചെറിയൊരു ജലദോഷം പോലെ. അപ്പോൾ അത് ഇനി കിടക്കാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.